പിന്നെ ഒരാൾ മരിച്ചു പുണ്യാളാക്കാൻ പറ്റും. അത് പറ്റത്തില്ല, അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ജാക്കി വെപ്പും ബസ്സിലെ ജാക്കി വെപ്പ് മറ്റേ ഈ ഉത്സവ പറമ്പിലും പരിപാടികളൊക്കെ കയറും ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബസ്സിലും എല്ലാ കേരളത്തിലും ഒരു ദിവസം ഈ പറഞ്ഞ പരിപാടി നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ. 5000 പേരെങ്കിലും കാണാം. എന്നിട്ടും ഒരു ദിവസം ഒരു കേസ് പോലും മുന്തി വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴായിരിക്കും കുറച്ച് കൂടി ഉണ്ടാവും. ഒന്നുമല്ല, നമ്മളൊക്കെ ചെറുപ്പപ്രായത്തിൽ എനിക്ക് എന്നെ പിടിച്ചിട്ടുണ്ടല്ലോ. പറയാം, ഇത് ഹൈപ്പർ സെക്സ്വാലിറ്റി കൂടി പോണ അവസ്ഥയാണ്. ഹൈപ്പർ സെക്സ്വാലിറ്റി രാഹുൽ മാങ്കൂത്ത് കേസാണെങ്കിലും ചിലർക്ക് സെക്സ്വാലിറ്റി കൂടുതലാണ്. അവർ ഈ ഹോമോസെക്സ്വൽ ആൾക്കാരെ പോലെ പ്രശ്നമാണ്, ഹോർമോണലാണ്. അവരെ ഞരമ്പൻ അപ്പൊ അവരെ ഞരമ്പൻ അല്ലെങ്കിൽ എന്താണ് ഞരമ്പൻ കഴപ്പ് ഇങ്ങനെ ഒന്നും മിണ്ടായിക്കണോ. ഞരമ്പൻ കഴപ്പ് എന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കരുത്. ആരെ ഹോമോസെക്സ്വൽ ആൾക്കാർ ഇല്ലേനോളാം. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റാണ്, നിങ്ങൾ പറഞ്ഞ സഭാഗത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റാണ്, അല്ലാതെ അവരെ പീഡിപ്പിക്കല്ലേ. ഞാൻ ഇതിനകത്ത് വിയോജിപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ വീഡിയോ പബ്ലിക് ആക്കിയതിനോട് ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. ഒരു പബ്ലിക് ട്രയൽ, അതായത് പൊതുവിചാരണ എന്ന് പറയുന്നത് എല്ലാ കേസിലും, ഈ കേസിലെന്നല്ല എല്ലാ കേസിലും, അതിപ്പോ അതിക്രൂരമായി ഒരു കൊച്ചിനെ പീഡിപ്പിച്ച് കൊന്നവനെ പബ്ലിക്കായിട്ട് വിചാരണ ചെയ്യുന്നതിനോട് വിയോജിക്കുന്ന പോലെ തന്നെ ഇതിനോടും അതേ വിയോജിപ്പ് തന്നെ ഉള്ളത്. എന്നാൽ ചില ഇവിടുത്തെ മൾട്ടി സ്റ്റാൻഡ് മറ്റേ ഡബിൾ സ്റ്റാൻഡ് പിടിക്കുന്ന ചില വാഹനങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ സ്റ്റാൻഡ് പിടിക്കുന്ന വാഹനങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇത് അവർക്ക് പ്രശ്നമില്ല. അതായത് ഇവിടെ അതിനെ എതിർക്കും, എന്നാൽ മറ്റോടത്ത് അവനെ കെട്ടിത്തൂക്കി കൊല്ലണം എന്ന് പറയും. അതിനകത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ ഒരാള് സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാൾ പുണ്യാത്മാവൊന്നുമില്ല. സൂയിസൈഡ് ചെയ്തു, അത് വളരെ നിരുപാധികം, അങ്ങനെ സംഭവം സംഭവിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു ആക്ട് നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തം വന്നിട്ട് എന്താ പറയാ മനഃപൂർവ്വമല്ലാന്ന വ്യാജേന വന്ന് ഇങ്ങനെ ഒരസി പോകുന്നു. അവന്റെ കൃത്യമായിട്ടുള്ള കഴപ്പ് തീർക്കുന്നതാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. വേറൊരു വ്യക്തിക്ക് ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വേറെ രീതിയിലായിരിക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അൾട്ടിമേറ്റ്ലി ആ പെൺകുട്ടിക്ക് ഏത് രീതിയിലാണ് ആ സാധനം ഫീൽ ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആ പെൺകുട്ടിക്ക് അത് ആരോപിക്കാം, പരാതിയായിട്ട് മൂവ് ചെയ്യാം. ആ പെൺകുട്ടി അത് പരാതിയായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ ബസ് കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പെൺകുട്ടി കൃത്യമായിട്ട് പരാതിയായിട്ട് മൂവ് ചെയ്തത്. പക്ഷെ അത് വീഡിയോ റെക്കോർഡ് ചെയ്തതിൽ വിഷയമില്ല, പക്ഷെ അത് പബ്ലിഷ് ചെയ്തതിനകത്ത് പാടില്ല. അത് നിയമപരമായിട്ട് പോകേണ്ട വിഷയമാണ്. പിന്നെ ഇവിടുത്തെ ഒരു സോഷ്യൽ പ്രഷറിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോ ഒരു ആരോപണം എന്ന വ്യക്തി, അല്ലെങ്കിൽ റിമാൻഡിൽ കിടന്ന വ്യക്തി, ഒരു കേസിൽപ്പെട്ട വ്യക്തി, ഇങ്ങനത്തെ വ്യക്തികളെ നമ്മുടെ സമൂഹം കാണുന്നത് ഏകദേശം ഒരു എന്താ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടാണ്. അവരെന്തോ വലിയ പ്രശ്നം അവർ ക്യാൻസൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ആരോപിക്കപ്പെട്ട വ്യക്തികളെ ക്യാൻസൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് നടക്കൂല. ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അവരുടെ ഉത്തരവാദിത്തമാണ് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസുമായിട്ട് സഹകരിച്ചു പോവുക, ആ കേസുമായിട്ട് മുന്നോട്ട് പോകുക. കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ സിനിമയൊന്നും കാണത്തില്ല. അല്ല, അപ്പൊ കേസുമായിട്ട് സഹകരിക്കാന്നുള്ളത് ഇവിടുത്തെ ഇന്ത്യൻ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരു പൗരന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ചെയ്യേണ്ടതുണ്ട്. അതിന് പകരം പൊതുവിചാരണ പ്രശ്നം. ഞാൻ വേറെ ചോദിച്ചത്, ഇതിനകത്ത് ഇത് മീഡിയയുടെ ഒരു പങ്ക് വളരെ വൃത്തികെട്ട ഒരു പങ്കല്ലേ. അതുപോലെ തന്നെ പോലീസിനില്ലേ, ഇവിടുത്തെ ഭരണാധികാരികൾക്കില്ലേ ഉണ്ട്. ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സംഭവത്തിനെ ഒട്ടും അഡ്രസ് ചെയ്യാതെ ഒരു ആരോഗ്യ സുരക്ഷാ വകുപ്പ് വിടില്ലേ. ഈ പറഞ്ഞ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായാലും അവരെ കൊണ്ട് ജയിലിലിടുക, അതിനെ തിരിച്ചിറക്കി വിടുക, അതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അല്ല, അതായത് ഇപ്പൊ കണക്കുകൾ അവരുടെ കുഴപ്പമില്ലേ. കണക്കുകൾ പറയുന്നത് 1000 ഏകദേശം 10 തൊട്ട് 50ഓളം പേര് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ, 10 തൊട്ട് 20ഓളം ആൾക്കാർ, പീഡോഫിലുള്ള ആൾക്കാർ എല്ലാ രാജ്യത്തും ഇതൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്? ഇവിടുത്തെ നിയമവ്യവസ്ഥയും പോലീസും ശരിയല്ലാത്തതുകൊണ്ടല്ലേ. പിന്നെ മാത്രമല്ല ഇവിടെ പൊതുധാരണ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇവിടെ പറഞ്ഞ പോലെ കുറച്ചും കൂടി എന്താ പറയാ, മീഡിയാസ് കുറച്ചും കൂടെ ഓപ്പണാണ്. ഇവിടെ വാർത്തകൾ പൂഴ്ത്തി വെക്കാൻ പറ്റത്തില്ല, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. വാർത്തകളൊക്കെ പൂഴ്ത്താറൊക്കെ ഇവിടെ ആവശ്യത്തിന് പൂഴ്ത്താറുണ്ട്. അനാവശ്യത്തിനൊക്കെ പൂഴ്ത്താറുണ്ട്. അതല്ല, എന്നാലും ഇവർക്ക് റീച്ച് കിട്ടുന്നത് ഇവര് മാധ്യമങ്ങൾ ചെയ്യും. മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ ഭയങ്കര പരിതാപകരം എന്ന് പറഞ്ഞാൽ അമാധ്യമ പ്രവർത്തനം ചെയ്യുന്നു. മാധ്യമ അധർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ അർജുൻ ശിരൂര് മണ്ണിടിച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ
ഏതൊരു ബോധമുള്ള ഏതൊരുത്തരും മനസ്സിലാവും അങ്ങനെ ഒരു മണ്ണിടിച്ചില്ല ആ വ്യക്തി ഒന്നും സർവൈവ് ചെയ്യാൻ പോകുന്നില്ല. 10 ദിവസം റിപ്പോർട്ടർ TV 24 പോലുള്ള മാധ്യമങ്ങൾ എന്ത് ചെയ്തു സ്കോർ കാർഡ് ആയിരുന്നു. അത് മാത്രമല്ല അവര് ഇതിന്റെ ബെൻസിന്റെ മാർക്കറ്റിംഗ് റിപ്പോർട്ടർ ചാനൽ അവരുടെ ബെൻസിന്റെ ഷോറൂം വരെ പോയി. അതിന്റെ അവിടുത്തെ മാനേജർ ഇന്റർവ്യൂ നടത്തി. ജനങ്ങളുടെ മനസ്സിലേക്ക് അവരെ തിരിച്ചു കിട്ടും, അർജുനെ തിരിച്ചു കിട്ടും എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സ്ഥാപനം. അതെ, ജനങ്ങളെ പ്രശ്നമില്ല. ഡെവലപ്മെന്റും ചോദിക്കുന്നതും പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. ജനങ്ങളെ കൃത്യമായിട്ട് അവരുടെ വണ്ണറബിലിറ്റിനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ വണ്ണറബിലിറ്റി വിറ്റ് കാശാക്കാന്ന് പറയുന്നത് ഇവിടെ വലിയ വിഷയമുള്ള കാര്യം. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ വെച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലും കൊല്ലും. അത് വേറെ കാര്യമുണ്ടോ, മറ്റവരെ അടിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. ഈ ഓട്ടോക്കാർക്കൊക്കെ അടിക്കാൻ പറ്റുന്ന റേഞ്ചിലുള്ള ആൾക്കാരല്ലോ, അവർക്ക് പേടിയായിരിക്കും. മാത്രമല്ല അവർക്കും അറിയത്തില്ല, തിരിച്ചറിവില്ലല്ലോ. അവർ മറ്റേത് എന്റർടൈൻഡ് അല്ലേ, അവർക്ക് ആ ബോധമൊന്നും അവർ വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യം പോലീസ് വലിയ പ്രശ്നമാണ്. ഇവിടെ മെയിൻ പ്രശ്നം പോലീസാണ്. അതെ, പോലീസുകാർ ഒരു അഡ്വൈസും കൊടുക്കുന്നില്ല. പർട്ടിക്കുലർ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ സ്കൂളിൽ പഠിച്ച് അമേരിക്കൻ പോലീസ് ഇവിടെ വന്നിട്ട് ഈ ആക്ഷൻ നടത്തുന്നെങ്കിൽ ശരിയാ, നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് ബിജു, ഷിജു, ലിജു, റോയ്, ശ്രീകുമാർ കുറെയൊക്കെ തൊട്ട് ശബരിമലയിലൊക്കെ പോകും. അനിൽകുമാർ, സുനിൽ മോഹൻലാലിന്റെ വാലാട്ടിപ്പട്ടി ഒക്കെ വാലാട്ടി നടക്കും. മോഹൻലാലിനെ പോലത്തെ നടന്മാരുടെ വാലാട്ടി പട്ടികളൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയി പോയി. കൊള്ളാവുന്ന ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല, കാരണം ഇങ്ങനത്തെ തെണ്ടികളാണ് ഇപ്പൊ കൂടുതൽ. ഇവരാണ് ഏറ്റവും ഫിറ്റ്നസ് ടെസ്റ്റ് ഒന്നും ഇല്ലേ? ഒന്നേ ഉള്ളൂ, ഒരിക്കലേ ഉള്ളൂ. ഒരൊറ്റ പ്രാവശ്യം ഒരു PSC എഴുതും, പിന്നെ ഫിറ്റ്നസും ഇല്ല, ഒന്നുമില്ല. വണ്ടി അവർക്ക് പൊല്യൂഷൻ വേണ്ട, പേപ്പർ വേണ്ട, ഒരു പ്രാവശ്യം മതി, വാങ്ങും മതി. വണ്ടി നിക്കൂലേ, വണ്ടി കൂടി നിക്കൂലേ, അപ്പൊ അതാണ് മാറ്റിയിടും. പൊതുമുതലല്ലേ, സാലറി കിട്ടുന്ന എവിടെന്നാ? ബാക്കിയുള്ളൊരു പണിയെടുക്കുന്ന കാശിന് സാലറി മേടിച്ചിട്ട് അവന്റെ നെഞ്ചത്ത് കയറാനാണ് അവർ പഠിച്ചേക്കുന്നത്. ഞാൻ അറസ്റ്റ് ആയിപ്പോ എന്നോട് പോലീസ് പറയാണ് അയാളുടെ സെക്സ് ലൈഫ് പോലാണ്. അയ്യോ, ആറാട്ടനോട് സെക്സ് ലൈഫ് പോരെന്ന് പറഞ്ഞ പോലീസുകാര് നിവർത്തി കെട്ടവൻ ഏതായിരിക്കും? അത് ആറാട്ടനോട് പറയാമോ? അങ്ങനെയൊക്കെ ആറാട്ടണ്ണനോട് ആ സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരമായി പോയി. അത് ആറാട്ടണ്ണനെ വിളിച്ചു പറഞ്ഞാണോ അതോ തന്നെ കണ്ടപ്പോ പറഞ്ഞാണോ അതോ ലോക്കപ്പ് വരെ എന്ന് പറഞ്ഞു പോലീസുകാര്. 2 കൊല്ലത്തിലാണ് ഇയാൾക്ക് ഈ 3 കേസ് വന്നിരിക്കുന്നത്. 2-3 കൊല്ലം. എനിക്കും അതെ. ഈ 3 കൊല്ലത്തിൽ ആറാട്ടനെ പോലെ ഒരാൾക്ക് 3 ക്രിമിനൽ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആഭ്യന്തര അമ്മാതിരി തോൽവിയാണ് അർത്ഥം. ആഭ്യന്തരം മാത്രമാണ് ഇത്, വകുപ്പ് അടിച്ച് ഏൽപ്പിക്കുന്ന പോലീസുകാരൻ എന്തോരം ബോധം ഉണ്ടാവും. അല്ല, പോലീസ് ആഭ്യന്തരത്തിന്റെ കീഴിൽ വരുന്നതാണല്ലോ. അത് ശരിയാ കേട്ടോ. ആഭ്യന്തര മന്ത്രി ആരാ? പിണറായി തോൽവിയാന്നുള്ളതാണ് ഇതിനകത്ത് കൃത്യമായിട്ട് എല്ലാ പൊട്ടക്കേസും എടുക്കും. അതായത് ഇതിപ്പോ പിണറായിയുടെ മാത്രം ഒന്നും കാര്യമായിട്ടൊന്നും ഞാനാണല്ലോ. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇത് ഇപ്പൊ പിണറായി വേറെ എവിടെ നിന്ന് വന്നല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തന്നെ ഉള്ളതല്ലേ, ഇവിടെ കണ്ടതും ഇവിടെ പഠിച്ചതൊക്കെ അല്ലേ അയാൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. കേരളത്തിൽ അഴിമതി കൂടുതലാണ്. ഇത് മിയ ഖലീഫ് പറയുന്നു സണ്ണി ലിയോൺ പോക്കാൻ പറഞ്ഞോളാണ്. മിയ ഖലീഫ് ആരാണ്, സണ്ണി ലിയോൺ ആരാണെന്ന് ഇവിടെ പറഞ്ഞോളൂ. അത് മനസ്സിലായ ആൾക്കാർ, ഇവിടെ കുറെ ആൾക്കാര് ഷക്കീടെ സൂപ്പറാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പരിപാടി കൂടെ അവതരിപ്പിക്കുന്നുണ്ട്. മനസ്സിലാവണ്ടോ? അതാ പ്രശ്നം. അത് മനസ്സിലായില്ലേ? കൊടിയൊക്കെ പിടിച്ചോ. അതെ, ഈ പറഞ്ഞ തരത്തില് മാനസികരോഗമുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ടും പിന്നെയും അവർ ഇതേ അവസ്ഥയിൽ എത്തിപ്പെടുന്നുണ്ട്. എന്നിട്ടും ഈ പോലീസുകാര് ഈ ഒരു ഇത് കൊടുത്തില്ല പെൺകുട്ടികൾക്ക്. ഞാൻ അന്ന് സവാദിന്റെ കേസ് ഉണ്ടായപ്പോ ജയിലിന്റെ ഫ്രണ്ടിൽ പോയി ഇതാ പറഞ്ഞത്, വീഡിയോ ഇട്ട് പറഞ്ഞതാ. ഇത് പ്രചരിപ്പിക്കാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ചിലപ്പോ ബുദ്ധിമുട്ട് അവർക്കും അവരുടെ വീട്ടുകാർക്കും പലരും. ഇത് അവൻ തന്നെ ആത്മഹത്യ ചെയ്യണമെന്നില്ല, അവൻ ചിലപ്പോ ഒരു ഭാര്യയോ കൊച്ചുങ്ങളോ എല്ലാം കാണും. ഇത് രോഗിയായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. മനസ്സിലായോ? അയാളെ മീഡിയയിലിട്ട് അവമാനിക്കാൻ പാടില്ല. ഇങ്ങനത്തെ വീഡിയോസ് ആകെ ഉള്ളത് ഇന്ത്യയിലൊക്കെ ഉള്ളൂ. ഇന്ത്യ മൊത്തം തേർഡ് വേൾഡ് കൺട്രീസിലേ ഉള്ളൂ. ഞാൻ പുറത്ത് നോക്കിയപ്പോ കൊള്ളാവുന്ന ന്യൂസ് ചാനൽസിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ന്യൂസിലൊന്നും ഈ പബ്ലിക് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം അവരിടത്തില്ല. അവര് ഫേസ് ഒന്നും കാണിക്കത്തില്ല. ഒരെണ്ണം ഞാൻ കണ്ടതിനകത്ത് അതെനിക്ക് തോന്നുന്നില്ല അത് ഒറിജിനൽ ആണെന്ന് പോലും. അതൊരാൾ ഡെമോ കാണിക്കുന്ന പോലത്തെ എന്തൊരു വീഡിയോ കിടക്കുന്നത്. അല്ലാതെ ഒറിജിനൽ ആരെ അവർ ഹരാസ് ചെയ്യത്തില്ല ഇങ്ങനെ മീഡിയയിലിട്ട്. അവർക്കത് അറിയാം. ഇവിടെ അതല്ല, സൈക്കാട്രിക് ഇഷ്യൂ ആ. സൈക്കോളജിക്കലാണെങ്കിലും പോട്ടെ, ഇത് സൈക്കാട്രിക് ഇഷ്യൂ ആ. അതൊരു രോഗാവസ്ഥയാണ്. മനസ്സിലായി? ഇപ്പൊ ഒരു കാലത്ത് ഇപ്പൊ നമുക്കൊരാൾക്ക് ഞൊണ്ടുണ്ട്, പണ്ടൊക്കെ കളിയാക്കും, അയ്യോ ഞൊണ്ടെന്നൊക്കെ പറയും, ആ വാക്കൊക്കെ ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഉള്ളു. അത് മനസ്സിലാവുന്നില്ല ആളുകൾക്ക്. ഇവരെന്നിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയും, ഇവര് മറ്റേ ഈക്വാലിറ്റി പറയും, ഫെമിനിസം പറയും, എന്നിട്ട് മറ്റേ ഇരവാദം നടത്തും. എന്നാൽ തിരിച്ചു മറിച്ച് ഇവർക്ക് അറിയത്തില്ല. ഇത് ബേസിക്കലി ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ വെച്ചിട്ടല്ല ഇവര് പറയുന്നത്. പലരും അവരുടെ സൗകര്യത്തിന്
അങ്ങ് പറയുമായിരുന്നു ഇപ്പൊ ശ്രീലക്ഷ്മി ഇറക്കില്ലാണ്ട് പോസ്റ്റ് ഇട്ടേക്കുന്നു അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ, അയാളുടെ ബോധമൊക്കെ ഇവർക്കൊക്കെ ഉള്ളൂ. എന്ത് ചെയ്യാനാ? പോലത്തെ ആൾക്കാർ പറയുന്ന ശ്രീലക്ഷ്മി അറക്കലിനെ പോലത്തെ ആൾക്കാർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഇവര് പറയുന്നത് ഇവര് ആകെ ഒറ്റ സാധനം കാണുള്ളൂ. ഏതെന്ന് അറിയാമോ? ഈ പീഡനം നടത്തുന്നവർ എന്ന് പറയുന്നവരെ മാത്രമാണ് ഒറ്റ ആംഗിൾ. അത് അതിൽ വേറെ ഒന്നുമില്ല, അറിയത്തില്ല. വേറെ തരം മനുഷ്യർക്ക് പ്രശ്നമുള്ള മനുഷ്യര്, അല്ലാത്ത മനുഷ്യര്. ഇപ്പൊ ഒരു കത്തിയെടുത്ത ഒരാളെ കുത്തിക്കൊല്ലുന്ന ഒരാളെ എങ്ങനെ മനസ്സിലാക്കുന്നത്? അതെ, വെറുതെ അങ്ങനെ കുത്തിക്കൊല്ലാൻ പറ്റും. ഇനിയിപ്പോ എന്തിന്റെ പേരിലാണെങ്കിൽ ഒരാളെ കൊല്ലണമെങ്കിൽ ഡിഫൻസിന്റെ ഇപ്പൊ താൻ എന്നെ കൊല്ലാൻ വന്നെങ്കിൽ തന്നെ കൊല്ലാം. അല്ലാതെ എന്നെ കുറിച്ച് താൻ എന്തെങ്കിലും പറഞ്ഞെന്നോ എന്നെ അപകീർത്തിപ്പെടുത്തിയെന്നോ പറഞ്ഞ് ഞാൻ തോക്കായിട്ട് അവന്റെ അവന് വയ്യ. അതുപോലെ പലർക്കും വയ്യാത്തവരോട് മനസ്സിലായി. എനിക്ക് എനിക്കാണ് വയ്യാത്ത, അവർക്കാണ് വയ്യാത്ത. അതാണ് പോയിന്റ്. ഇവിടെ വയ്യാത്തവരെന്ന് പറയുന്നവർക്ക് ട്രീറ്റ്മെന്റും കിട്ടുന്നില്ല. തനിക്ക് ഇതിലുണ്ട്, അയാൾ സത്യമാണ്. അതെന്താന്ന് എല്ലാവർക്കും അറിയാം. അത്രേ ഉള്ളൂ. അല്ല, വേറെ കാര്യമുണ്ട്. തനിക്കുള്ളത് വലിയ അത്ര അപകടകരമായ ഒരു അസുഖമല്ല. അതിലും അസുഖമുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നില്ല. അവരാരും ജയിലിൽ കൊണ്ടിട്ടില്ല. തോക്കും കൊണ്ട് വന്നവനെ ഒരു ദിവസം പോലും ഇടാൻ അവർക്ക് പറ്റിയില്ല. പോലീസിന് 6 എന്തോ എഴുതിയപ്പോ കൊണ്ടിടാൻ പറ്റി, തൊപ്പിയുടെ കഥ ചവിട്ടി പൊളിക്കാൻ പറ്റി, എന്നെ ലോക്കപ്പ് നിർത്തി ഫോട്ടോ എടുത്തിടാൻ പറ്റി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു, നടന്നില്ല. ചക്ക എന്ന് പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ലെന്ന്. ആ വീഡിയോയിൽ ഒന്നും ഇല്ലടോ. ഞാൻ അതിനകത്ത് തന്റെ കാര്യവും ഈ നടന്ന സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എന്നെ വിളിച്ചിട്ടേ അപ്പൊ അതിനകത്ത് പിടിക്കാനെന്താ ഉള്ളത്? ക്യാപ്ഷൻ. അത് പിടിച്ചിട്ട് ഞാൻ ക്യാപ്ഷൻ ഇട്ടതിനകത്ത് കൊള്ളാം. അത് ഞാനങ്ങ് എഡിറ്റ് ചെയ്ത് തീരാവുന്നുള്ളൂ. ഞാൻ മാറ്റിയൊന്നുമില്ല. എന്നെ വിളിച്ചിട്ട് സ്റ്റേഷൻ വരെ വേണം. ഞാൻ എന്തിനാന്ന് ചോദിച്ചു. വന്ന് കൊണ്ടുപോകണം പറഞ്ഞെ. അല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്നിപ്പോ ഞാൻ അങ്ങോട്ട് ചെന്ന് കീഴടങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവര് വന്ന് പിടിച്ചോണ്ടും പോട്ടെ. ചക്കാന്ന് എഴുതിയതിനൊക്കെ അങ്ങ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് അങ്ങ് ലോക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങ് ചെയ്തോട്ടെന്ന് വിചാരിച്ചു. ചക്ക ചക്ക എന്ന് പറഞ്ഞാണ്. അത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അപ്പൊ അങ്ങനെ പറയാം. ലിക്കാന്ന് പറഞ്ഞു കേട്ടോ. ചക്കയല്ല, ഇക്കല്ല. ലിക്ക 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 1 നമ്പർ ലിക്കാൻ ലിക്കൊക്കെ വന്നേക്കുന്നു ഒലിക്കാൻ. ഞാൻ പറഞ്ഞേക്കാം. അതേയൊന്നും പിടിക്കാൻ ഇമാരില്ലല്ലോ. അല്ല പറഞ്ഞേക്കാം. അയാൾ തിരിച്ചറിഞ്ഞില്ല, ഞാൻ തിരിച്ചറിഞ്ഞു. അത് വ്യത്യാസം. അല്ല, ഈ ലിക്കൊക്കെ മിക്കവാറും ഈ പണ്ട് മറ്റേ പഠിക്കാനൊക്കെ പോയ അറിയില്ല. ലിക്കും തോക്കണൊന്നും പ്രശ്നമുണ്ടെന്ന് അറിയില്ല. അവിടെയാണ് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാലും ചുറ്റുമുള്ളവർക്ക് മനസ്സിലായാലും അത് എന്തോ ക്രെഡിറ്റ് പോലും കൊണ്ടു നടക്കും. ഇവിടെ പലരും ഉണ്ട് അങ്ങനെ അസുഖമുള്ളവര്. ഒത്തിരി അസുഖമുള്ളവർ ഒത്തിരി പേരുണ്ട്. സിനിമയിലാണ് കൂടുതലെന്നാ കേട്ടെ. ഞാൻ പറയട്ടെ, എന്താ പറഞ്ഞു മെയിൻ ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനത്തെ അസുഖമുള്ളത്. കഴപ്പിന്റെ അസുഖം, സാധാ അസുഖങ്ങൾ പോലെ. അതായത് അസുഖം പ്ലേസ് സ്പെസിഫിക് സംഭവമുണ്ട്. മാനസികമായിട്ട് കാര്യമുണ്ട്. അങ്ങനെയാണ് ഈ ഇന്നസെന്റ് എല്ലാം ക്യാൻസർ ആയിട്ട് ജീവിക്കാൻ കാരണം. മാനസിക രോഗികൾ മരുന്ന് മാത്രമല്ല, ഒരു ഹ്യൂമാനിറ്റിയിൽ കൺസ്ട്രേഷൻ വേണം. അതിവിടെ ആർക്കും ഇല്ല. അത് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ആളെയാണ്. ഇന്നലെ ഞാൻ ജീവക ആത്മഹത്യ ഞാൻ ആത്മഹത്യ തൂക്കിപ്പിള്ളർ മര്യാദ കയറ്റി. ചേട്ടാ ചെയ്യരുത്, ചേട്ടാ അവർക്ക് നഷ്ടമാണ്. പോവാണ്. പക്ഷെ അവർ മര്യാദ ചെയ്തു. ഫേസ്ബുക്കിൽ മുഴുവൻ തെരുവിടി ഈ അമ്മാമാര് 80s 90s അമ്മാമാര്, ചില സൂപ്പർ സ്റ്റാറുകളുടെ ഫാൻസ് ഉണ്ട്. എന്നോട് ഭയങ്കര ദേഷ്യമാണ്. അവന്മാർ എഴുതിക്കുന്ന മുഴുവൻ വൃത്തിയിടും. നീ പോയി ചാവടാ മറ്റേതാണ്. അത് 80s 90s അമ്മാമാരാണ്. അതേ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ തൂക്കിയ പിള്ളേർ തെറ്റിദ്ധരിച്ച് തൂക്കിയ പിള്ളേർ ഞാൻ തെറ്റിദ്ധരിച്ച് തൂക്കിയ പിള്ളേർ എനിക്ക് സപ്പോർട്ടാണ്. തൂക്കിയ പിള്ളേർ നല്ല പ്രശ്നം അമ്മാമാരാണ്. ഇനി ഞാനൊരു കാര്യം ചെയ്തത്, ഇങ്ങനെ ഒരു കേസിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എനിക്കെതിരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. കേസ് എടുക്കേ, എഫ്ഐആർ ഇടേ. ഞാൻ ആ വിക്ടിമിനെ, അതായത് ഈ ആരോപിച്ച ആളെ ഞാൻ ബ്ലെയിം ചെയ്യാനൊന്നും നിൽക്കത്തൊന്നുമില്ല. അവർക്ക് അത് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ തോന്നൽ. ഞാൻ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു പെട്ടെന്നുള്ള ട്രിഗറിംഗ് പോയിന്റ് മാത്രം. ടെൻഡൻസി അവളുടെ സൈഡിലൂടെ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസിൽ നിന്നോ അവർക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതാണ്. അല്ലാതെ ആത്മഹത്യ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാര് വീക്കായിട്ടുള്ള മൈൻഡിലാണ്. ഇത് പിടിക്കാൻ പറ്റുമോ എനിക്ക് തന്നെ? താൻ പറഞ്ഞോ. താൻ തന്നെ പറഞ്ഞോളെ. എന്നാ കൊടുക്ക്, കണ്ടോ എടുത്തോ. എടാ എന്നാ കൊടുക്ക്, അത് കൊടുക്ക്, അവിടെ കൊടുക്ക്, എടുക്ക്. ഇനി പറയരുത്, മിണ്ടായിരിക്കും. ഓ അതാണ് പ്രശ്നം. അതുകൊണ്ടാ കേട്ടോ.
അല്ല, അങ്ങനെ ഒരു കേസ് ഉണ്ടായാലും ആരും ആത്മഹത്യ ചെയ്യത്തില്ല. അപ്പോ ഇതുപോലെ പല ആത്മഹത്യകൾ അന്ന് ആ മറ്റേ അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് ആത്മഹത്യ ചെയ്തപ്പോഴും ഇതേപോലെ തന്നെ ദിവ്യ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കാരിക്കെതിരെ എല്ലാവരുടെ ഭയങ്കര ബഹളമാണ്. പിന്നെ ഈ കേസിൽ ആ പെൺകുട്ടിയെ ചീത്ത വിളിക്കേണ്ട പ്രത്യേക ആവശ്യമൊന്നുമില്ല, മരിച്ചതിന്റെ പേരിൽ. പക്ഷെ പോസ്റ്റ് ചെയ്യുന്ന പേരിൽ നമുക്ക് നേരത്തെ തന്നെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് ഇവിടെ പോയി പറഞ്ഞ സവാദിന്റെ വിഷയം, അടുത്ത വിഷയം, എല്ലാ വിഷയത്തിലും ഇത് മാത്രമേ പറയുന്നുള്ളൂ. സബ് ജയിലിൽ സപ്പോർട്ട് ചെയ്ത് മാലിടാൻ പോയാണ്. അതെ, അങ്ങനെ പറയത്തുള്ളൂ. എടോ, എന്തിനാദ്യം പറഞ്ഞത്? മോഹൻലാല് ഉണ്ടക്കൈ പോയപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് പറയുന്നത്, കണ്ടന്റ് എടുത്തിട്ട് പറയാ മോഹൻലാലിനെ അധിക്ഷേപിച്ചത്. മോഹൻലാലിനെ അധിക്ഷേപിക്കാവോ? ഇവർക്ക് ഇത് കേട്ടാ മനസ്സിലാവില്ല. ഇപ്പൊ സൈക്കാട്രിക്കിനെ കുറിച്ച് പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ഇതൊക്കെ വളരെ ചെറുപ്പത്തിലൊക്കെ മനുഷ്യരെ പഠിപ്പിച്ചു വിടേണ്ട സ്ഥലങ്ങൾ. വലിക്കാതെ, കയ്യെ പിടിച്ച് വലിക്കാതെ. പിന്നെന്താണ് വന്നുമല്ലോ സോഷ്യൽ മീഡിയ എഡ്യൂക്കേഷൻ, പിന്നെ ഡ്രഗ് എഡ്യൂക്കേഷൻ, പിന്നെ മെന്റൽ ഡിസീസ് എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, സിനിമ എഡ്യൂക്കേഷൻ, ഇങ്ങനെ പല എഡ്യൂക്കേഷന്റെ അഭാവം ഓൾറെഡി ഉണ്ട്. ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ അവർക്കറിയത്തില്ല. മാനസിക ബാധിക്കാൻ ആരുമില്ല. ഇവർക്ക് മാത്രം സെറ്റപ്പ് ആയാൽ മതിയോ? അത് കൊള്ളാം. ഇയാൾക്ക് മാത്രം സെറ്റപ്പ്, അതുകൊണ്ട് തലയെ കാണിച്ചു വെച്ചേക്കുന്നത്. ഇതെന്ത് കട്ട? അത് കൊള്ളാം. എന്നെ പോലത്തെ യൂത്തന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വന്നിട്ട് നമ്മളോട് ലോ സൈക്കോളജി ഇതെല്ലാം പഠിപ്പിക്കണം. ഇവർക്ക് മാനസികരോഗിലെ ഡീൽ അറിയില്ല, വളരെ മോശം രീതിയിലാണ് ഡീൽ. അറിയോ കേരളത്തിലുള്ള അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലിറ്ററസി ഉണ്ടെന്നൊക്കെ പറയുന്നത് വേറെ കോണ്ടസ്റ്റാ. അതെ, എഴുതാനും വായിക്കാൻ അറിയാവുന്ന, എന്ത് വായിക്കണം എന്ത് എഴുതണമെന്നും അറിയത്തില്ല. അറിവില്ല. ഒരാൾക്കും ഒന്നും അറിയത്തില്ല. ഞാൻ മാത്രമേ ഉള്ളൂ വിശകലനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ രീതി മാറ്റിയിട്ട് പഴയ സിസ്റ്റത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നടക്കുന്നില്ല. ഗുരുകുലമൊക്കെ കൊണ്ടുവരുന്നില്ല. കൊല പിടിച്ചോണ്ടിരിക്കും. ഇവിടെ ഗുരുവല്ല, കൊല പിടിപ്പിക്കും. ചാൻസ് തരോ? എന്താ ഞാൻ പറഞ്ഞു, എനിക്കുള്ളൂ ചാൻസ്. ഭയങ്കര പഠിപ്പിച്ചിട്ടുണ്ടോ, ഭയങ്കര മാർക്കുള്ള വാങ്ങിയത്. കുട്ടികൾക്ക് ഒന്നും ഒരു മാനസിക വളർച്ചയില്ല. ഞാൻ പറയട്ടെ, തന്നെ ഇപ്പൊ താനിപ്പോ നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ പല പ്രാവശ്യം ക്യാമറ പിടിച്ച് അങ്ങോട്ട് തിരിച്ചു തന്റെ മുഖത്തോട്ട് പിടിക്കുന്നുണ്ട്. തന്റെ കോമഡി ഞാൻ പറഞ്ഞേ, താൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. താൻ അങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. തിരിക്കണത് കണ്ടില്ല, ഇപ്പോഴും ക്യാമറ തന്റെ മുഖത്ത് തന്നെ. എല്ലാവരും അങ്ങനെയാന്ന് പറയുന്നത്. അല്ല, കോമഡി പൊല്യൂഷൻ കുറച്ച് കൂടുതലാണ്. കോമഡി പൊല്യൂഷൻ കോമഡി കൊടുത്താൽ പൊല്യൂട്ടി. അത് മാറിയ കോമഡി പോലെ. അതെ, അതിലും വലിയ കോമഡിയായി. അതെന്തോ അത് പുതിയ പൊല്യൂഷനാണ്. ചളിയുടെ ആളാണ്. കുറച്ചെങ്കിലും ഉണ്ടായിരിക്കുന്ന മമ്മൂട്ടിയാണ്. ആരും പറഞ്ഞിട്ടുണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡോക്ടറേറ്റ് ഉള്ളത് നമ്മുടെ ലാലേട്ടനാണ്. അങ്ങേത്തെ ഡോക്ടറേറ്റ് ആണ്. പല ഡോക്ടറേറ്റ്. പിന്നെ ഇവിടെ വേറെ കുറച്ച് ഡോക്ടറേറ്റ് ഉണ്ട്. 10ാം ക്ലാസ്സിൽ തന്നെ നേരെ സോഷ്യൽ സർവീസ് ഡോക്ടറേറ്റ് ചെയ്തത്. തോക്കുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. 10ാം ക്ലാസ്സിൽ നേരെ ഡോക്ടറേറ്റ്. വേറെ അതുകൊണ്ടാണ് തോക്ക് വെക്കേണ്ടി നടക്കുന്നത്. ഞാൻ സംഭവിച്ചു പോയത്. റൂമിൽ കയറി ടെസ്റ്റ് ഇയാൾ ഇത് ചെയ്യുന്ന ഈ സഭ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തെലുങ്ക് സിനിമയിലൊക്കെ ടാഗ് ഓവറായിരുന്നു. ഇവിടെ തമിഴ് സിനിമയിൽ ഇതൊക്കെ തന്നെ നടക്കുന്നത്. തെലുങ്കിലാണ് കൂടുതൽ. അവന് വിവരം കുറവായിരിക്കും, വിദ്യാഭ്യാസം കുറവായിരിക്കും. കണ്ടറിയരുത് തമിഴ്മാർ. അല്ല, അയാൾക്ക് പ്രശ്നമുള്ള ആളാ. പ്രശ്നമുള്ള ആളല്ല, അല്ലാതെ താഴെ നാടുകയും ഏതെങ്കിലും മനുഷ്യന്മാർ ചെയ്യണം പണി. അത് വേറെ കാര്യമുണ്ടോ? അത് പോലീസുകാർ നല്ല വൃത്തിക്ക് അങ്ങ് ഒതുക്കി. കീട്ടം കൊടുത്തു. പോലീസ് നന്നായിട്ട് വർക്ക് ചെയ്തു. അതായത് അതിന്റെ ചാർജ് ഷീറ്റ് കാണണം, അതിനകത്തൊന്നും ഇല്ലെന്ന്. ചാർജിന് ചാർജില്ല. കാശ് കൊടുത്തു, നക്കാപ്പിച്ച് കൊടുത്തു. അവന്റെ വീട്ടിൽ പോയി ചിക്കൻ കാലം കണ്ട് കൊടുത്തപ്പോ അതും തിന്നു പോലീസ്. തൃക്കാക്കരയിലെ പോലീസ് സ്റ്റേഷനിൽ കണ്ടുപിടിക്കും. നിങ്ങൾ പറയുന്ന സത്യമാണ്, കാരണം സാക്ഷിയായിട്ട് ഞാൻ അവിടെ ഉണ്ടോ. ഇയാൾ കൂടാ എല്ലാം കണ്ടോ? ഇയാൾ മാത്രമല്ല പലതും കണ്ടോ. പിന്നെ അയാൾ 3-4 പേര് കണ്ടിട്ടുണ്ട്. പോലീസുകാർക്ക് പക്ഷെ അത് അറിയത്തില്ല. പോലീസുകാർ കാണത്തില്ല. 3 ദിവസം കഴിഞ്ഞ് അവിടെ വെച്ചേക്കുമല്ലേ. എന്റെ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആക്കാം ചില ആൾക്കാർ. മനസ്സിലോകിലും ആക്കിയ ആൾക്കാർ അറിയാം. അപ്പൊ ശരിയെന്നാ നമുക്ക് നിർത്താം.